ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് ഞാൻ 2 പലഹാരം നിങ്ങൾക്ക് കാണിക്കണത് കേട്ടോ. ഒന്ന്, നമ്മൾ ഉഴുന്നൊന്നും അരയ്ക്കാതെ പച്ചരിയും ഉലുവയും അതുപോലെ തന്നെ അതിൽ 2-3 കൂട്ടുകളും കൂട്ടിയിട്ടുണ്ടാക്കുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു ബൺ ദോശ. അപ്പോൾ ഈ ബൺ ദോശ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടാവും കേട്ടോ, ഞാൻ ഉണ്ടാക്കാത്തവർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്വാദിഷ്ടമായ ഈ ബൺ ദോശ എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം. അതുപോലെ ഇതിന് ചട്നിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല, വെറുതെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റാണ്, കുഞ്ഞു കുഞ്ഞു ഓട്ടകളായിട്ട് കണ്ടു. അപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല, പക്ഷേ ഇവിടെ അമ്മയ്ക്ക് മറിച്ചിട്ടിട്ട് കഴിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മറിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. മറിച്ചിടാതെ നമുക്ക് വെള്ളയപ്പച്ചട്ടിയിൽ അടച്ച് വെച്ച് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മാവ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം, ഈ ബൺ ദോശയുടെ മാവ്. അപ്പോൾ അതിന് നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണേ. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണ് അരി എടുക്കണമെന്ന് വെച്ചാൽ അതേ ഗ്ലാസ്സിന് ബാക്കി കൂട്ടുകളും എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തേക്കണത് കേട്ടോ. 2 ഗ്ലാസ് പച്ചരി എടുത്താലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 15 ദോശയോളം ഉണ്ടാക്കാനായിട്ട് പറ്റും. 15 ബൺ ദോശ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി പോയിട്ട് അപ്പോൾ ആദ്യം വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതേ ഞാൻ 2 ഗ്ലാസ് പച്ചരിയും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വയ്ക്കുക. ഏകദേശം ഒരു 3 മണിക്കൂറോളം കുതിരാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്, അപ്പോൾ 1 ഗ്ലാസ് നാളികേരം അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ള അവിലും അത് നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ച ഈ അരിയും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മിനുസമായി അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ രാത്രി ഇത് അരച്ച് വെക്കുക വെച്ചാൽ രാവിലെ ഉണ്ടാക്കാം, രാവിലെയാണ് അരച്ച് വെക്കണമെന്ന് വെച്ചാൽ രാത്രി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ മാവൊക്കെ അരച്ചതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ പിറ്റേ ദിവസം കാലത്തിന്, അപ്പോൾ രാത്രിയാണ് അരച്ച് വെച്ചത്, പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് മാവിൻ്റെ പരുവം. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ നമ്മുടെ അടുത്ത് ഈ ഇനോ ഉണ്ടെങ്കിൽ ഇനോ ചേർക്കുക കേട്ടോ. ഇനോ സാഷായിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അത് ചേർക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇനോ കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തതിന് ശേഷം ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അടച്ച് വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ അതേ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ചു. മാവ് നല്ല തിക്ക് ഇതായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ വെള്ളയപ്പം പോലെ അല്ലെങ്കിൽ ദോശയുടെ മാവ് പോലെ നല്ല തിക്കായിട്ടുള്ള മാവാണ്. അപ്പോൾ ഞാൻ അതേ ഒരു കയ്യിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കുഞ്ഞു കുഞ്ഞു ഓട്ടകളായിട്ട് നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല കട്ട ചട്നി ആണെങ്കിലും നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കട്ട ചട്നിയേക്കാളും ദോശ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ആയിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമായിട്ട് ചട്നി അരച്ചിട്ടുണ്ട്. എനിക്കിഷ്ടം കട്ട ചട്നി ആയിട്ട് കഴിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ലെവലിൽ ഞാൻ ചട്നി ആക്കി. നമ്മുടെ ഈ ബൺ ദോശയും നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഇതുകൂടാതെ ഞാൻ ഒരു ഗോതമ്പ് ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതിപ്പോൾ കാണിക്കേ. അപ്പോൾ അതൊക്കെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറി സാമ്പാറാണ്, വറുത്തരച്ച സാമ്പാറാണ്. അതേ വറുത്ത അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നല്ല മിനുസമായിട്ട് അരച്ചെടുക്കണം ചൂടറിയതിന് ശേഷം. അപ്പോഴേക്കും കുക്കറിൽ പരിപ്പൊക്കെ ഇട്ട് വേവിച്ചു. പരിപ്പും ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ പിന്നെ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക എല്ലാം ഇട്ടിട്ട് വേവിച്ച് നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അരച്ച് വെച്ച ഈ അരപ്പും ചേർത്തിട്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടണം കേട്ടോ. അപ്പോൾ നല്ല വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉപ്പേരി എന്താ വെച്ചാൽ വഴുതനങ്ങ വാങ്ങിയതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വഴുതനങ്ങ ചെറുതായി അരിഞ്ഞതിന് ശേഷം സബോള നീളത്തിലരിഞ്ഞു. അതുപോലെ തന്നെ 2-3 പച്ചമുളകും നീളത്തിലരിഞ്ഞ് അതെല്ലാം കൂട്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടു, കറിവേപ്പിലിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു, അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു നല്ല അടിപൊളി ഗോതമ്പ് ദോശ, നല്ല പേപ്പർ പോലെ നല്ല ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിക്സർ ജാറിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം, നമുക്ക് ആവശ്യമുള്ള വെള്ളം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടിയും ആ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടിയും ചേർത്ത് മിക്സർ ജാറിലൊന്ന്
കറക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുക. ആ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ നല്ല സോഫ്റ്റായിട്ട് നല്ല മൊരിഞ്ഞിട്ട് നല്ല പേപ്പർ പോലെ കനം കുറഞ്ഞ ദോശ കിട്ടാൻ ഇങ്ങനെ മിക്സർ ജാറിലൊന്ന് അടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ മിക്സർ ജാറിൽ ഞാൻ മാവ് അടിച്ചെടുത്തു. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. അപ്പോൾ മിക്സർ ജാറിൽ നിന്ന് ഞാൻ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ മിക്സർ ജാറ് കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പേപ്പർ പോലെ കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് ദോശയ്ക്ക് എപ്പോഴും ഉള്ളി ചമ്മന്തിയാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ നാളികേരം കൊണ്ട് നല്ല കട്ട ചമ്മന്തി കേട്ടോ. അപ്പോൾ ഏതാച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയുടെ സീക്രട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ബൺ ദോശയും അതുപോലെ ഈ ഗോതമ്പ് ദോശയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കാത്തവരാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നലോകം സ്വപ്ന, അതായത് സോപ്പു. അപ്പോൾ ഗോതമ്പ് ദോശ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. സോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പറയാനായിട്ട്.